അയ്യേ! ഇത് എന്ത് വൃത്തികെട്ട സാധനാ! ഇവള് പെണ്ണാണോ? ഒരു കാമച്ചേച്ചിയോ? എന്ത് കാമച്ചേച്ചി? സത്യം പറഞ്ഞാ നമ്മുടെ നാട്ടീന്നൊക്കെ നമ്മള് കല്ലെറിഞ്ഞ് ഓടിക്കുമെന്ന് പറയില്ലേ? അത് ഇതിനെ പോലത്തുള്ള സാധനങ്ങളാ. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ നാറ്റിക്കണ്. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയപ്പോ ഉണ്ടല്ലോ, ഈ കാമയോ? ഏതോ ഒരു വൃത്തികെട്ട സാധനം. ഇതിന്റെ ഞാൻ അക്കൗണ്ട് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ നോക്കുവല്ലോ, നോക്കിയപ്പോ അയ്യോ! എന്നാ വൾഗറായിട്ടുള്ള ഇതാ. സത്യം പറഞ്ഞാ ഇങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൃത്തികെട്ട രീതിയില് ഒരു മനുഷ്യന്മാരും വരാൻ പാടില്ല. ഒരു സ്ത്രീകളും. ഇത് നമ്മൾ അനേകം പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനത്തിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നെ. എത്ര പിള്ളാര് ഉപയോഗിക്കുന്നത്. എത്ര പിള്ളാരും വലിയവരും ഒക്കെ പല കാര്യത്തിനും നല്ലതിനും ചീത്തയ്ക്കും എല്ലാത്തിനും നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട വീഡിയോ ഈ പെണ്ണിന്റെ കാണുമ്പോ ഉണ്ടല്ലോ, എന്താ ആൾക്കാര് കാണുന്നത്? ഇതൊക്കെ പിള്ളേരെടുത്ത് നോക്കുന്നതല്ലേ? ഇത് കാണുന്ന ആൾക്കാർ ഇതിനൊന്നും ഒരു എന്താ പറയുക എതിർക്കാതെ നിൽക്കുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പെണ്ണിന്റെ ഇത്രയും ബൾഗറായിട്ടുള്ള ഡ്രസ്സിങ്ങും ഇത്രയും ബൾഗറായിട്ടുള്ള വാക്കുകളും വരുമ്പോ ഇതാരും ഒന്നും ഇതിനെ എതിർക്കുന്നില്ലേ? എത്രയോ ആൾക്കാരെയൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുന്നുണ്ട്. എതിർത്ത് ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ജാസീനൊക്കെ ആണെങ്കിലും എന്തോരം അനേകം ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ പെണ്ണിനെ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ പെണ്ണിനെ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഈ പെണ്ണിന്റെ എനിക്ക് മനസ്സിലായി, ഞാൻ എതിർത്തു. നമ്മള് ചീത്ത കണ്ടാ കൈ ചൂണ്ടി കാണിക്കണം എന്ന് പറയുന്നുണ്ട്. നന്നാവുന്നവര് നന്നാവട്ടെ, നന്നാവാത്തവര് നന്നാവണ്ട. ഓക്കെ. പക്ഷെ കൈ ചൂണ്ടി കാണിക്കുക എന്നുള്ളൊരു പോളിസി ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കും. അത് ആൾക്കാർ എന്ത് വിമർശിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതൊരു വൃത്തികെട്ട സാധന. ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയല്ല പറയണ്ടേ. ഇതിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക. അത്രയും വൃത്തികെട്ട സാധനമാണ്. ഇതിനൊക്കെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നേ? ഇത് എന്താ കാമയോ? ഇവള് പെണ്ണാണ് ഇവള്. എന്താ പറഞ്ഞ വർഗത്തിന് തന്നെ ഭയങ്കര അപമാനമായിട്ടുള്ള വൃത്തികെട്ട സാധനം. ഇവള് കണ്ടാച്ചാലും മതി ഇവളെയൊക്കെ. ഇവക്കടെ വീഡിയോ ഒക്കെ ആര് കാണുന്നു? ഇവള് തമിഴില് അലക്കുന്നുണ്ടല്ലോ. ഇവക്ക് മാത്രമേ തമിഴില് അറിയത്തുള്ളൂ. അല്ല ഇവള് എന്നാ ഈ കേറണേ? തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും കൂടെ കൂടിയിട്ട് അവരെയും കൂടെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് പോയതാണോ? മലയാളീസിനെ ചീത്തയാക്കിയിട്ട് ഇനി ഇവള് തമിഴ് സംസാരിച്ചിട്ട് തമിഴ്നാട്ടിലുള്ള ആൾക്കാരെയും കൂടെ ചീത്തയാക്കാൻ പോയപ്പോ വൃത്തികെട്ട സാധനം. ഇത് പെണ്ണല്ല ഇവള്. ഇവളെ ഒരു കാലത്ത് ഇവക്കടെ വീഡിയോ കാണാനോ പറക്കാനോ ഒന്നിനും ഒരു മനുഷ്യനും പോയേക്കരുത്. കാരണം നമ്മള് ഈ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന ഫോൺ ഇപ്പൊ എന്റെ മക്കളാണെങ്കിലും ആവട്ടെ, ഏത് മക്കളാണെങ്കിലും ആവട്ടെ, ഈ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പിള്ളേര് കാണുന്ന സാധനം. ഇങ്ങനത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇതാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ നാട്ടിലിങ്ങനെ കല്ലെറിഞ്ഞ് ഓടിക്കാന്ന് പറയുമായിരുന്നു. അതുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് ഓടിക്കണം. ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ത് പറഞ്ഞു ഓടിക്കും? മാക്സിമം ആൾക്കാർ ഇതിനൊക്കെ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞ് അഴിക്കാൻ നോക്ക്. ഇങ്ങനത്തെ വൃത്തികെട്ട സാധനത്തിനൊന്നും വെച്ചോണ്ടിരിക്കല്ലേ. ഭയങ്കര വൃത്തികെട്ട സ്ത്രീ. ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത്. ഇത്രയും വൃത്തികേടായിട്ട് ഡ്രസ്സ് ധരിക്കുന്നതും ഇത്രയും വൃത്തികേടായിട്ട് സംസാരിക്കുന്നത്, പച്ചയ്ക്ക് സംസാരിക്കുന്നത്. ഇവക്ക് അത്രയും ഇവള് കാമിനി കാമിനി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ ഇവിടെ കെട്ടിയവരുടെ അടുത്ത് പോയി കാണിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ പോയി കാണിക്കട്ടെ. സോഷ്യൽ മീഡിയയിലാണോ വന്ന് കാണിക്കുന്നത് വൃത്തികെട്ട സാധനം? അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുവാണ് നിങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓടിച്ചു വിടാൻ നോക്ക് ഇതിനെയൊക്കെ. ഛേ.